ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസിൻ്റെയാണ്. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് മാങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എടുത്തിട്ടുള്ള മാങ്ങയിൽ നിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് അത്യാവശ്യം വലുപ്പത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് കൂടുതൽ പാലൊഴിച്ച് കൊടുക്കേണ്ട, പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയുടെ പുളിക്കും മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ജ്യൂസിൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാബൂനരി അഥവാ നമ്മുടെ ചവ്വരി കുറച്ച് സമയം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വെള്ള കളറൊക്കെ മാറി നല്ല ഗ്ലാസ് രൂപത്തിലാവും. ആ ഒരു രീതിയിൽ വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചവ്വരിക്ക് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഇളക്കി നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ചവ്വരി നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്, അതിൻ്റെ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ചവ്വരി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ചവ്വരിയും കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കുമ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയാണ്. അതേപോലെ ഈ ഒരു ജ്യൂസ് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ കുടിക്കുന്ന സമയത്തും ഇടയ്ക്ക് ഈ ഒരു ചവ്വരി കടിക്കാൻ കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കുടിക്കുന്ന സമയത്തും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചവ്വരിക്ക് പകരമായിട്ട് കുറച്ച് സേമിയ ഇതുപോലെ വേവിച്ചെടുത്തിട്ട് സേമിയ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങയുടെ പീസും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആപ്പിളും ഇതേപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു ജ്യൂസ് കുറച്ച് ലൂസായിട്ടുണ്ടാകുമ്പോൾ കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ചവ്വരിയും കൂടെ കൂട്ടി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.